ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചില അക്യുപഞ്ചർ ചികിത്സകർ അവർ അലോപ്പതി മരുന്നുകൾ നിർത്താൻ ഉപദേശിക്കാറുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിം അക്യുപഞ്ചറിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം മനുഷ്യരുടെ ജീവനും ആരോഗ്യവും സംരക്ഷിക്കാൻ വലിയ പ്രാധാന്യം നൽകുന്ന മതമാണ്. രോഗങ്ങൾക്ക് ചികിത്സ തേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയും പറഞ്ഞിട്ടില്ല ഇന്ന പ്രത്യേക രീതിയിലുള്ള ചികിത്സാ രീതിയെ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. ഇസ്ലാമിൽ തന്നെ ഖുർആൻ കൊണ്ട് ശിഫയുണ്ട്, തേൻ കൊണ്ട് ശിഫയുണ്ട്, അതേപോലെ ഹിജാമ ചികിത്സയുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ആധുനിക കാലത്ത് അലോപ്പതിയുണ്ട്, ഇംഗ്ലീഷ് മരുന്നുകൾ, ഹോമിയോപ്പതിയുണ്ട്, അക്യുപഞ്ചറുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. ഇസ്ലാം പഠിപ്പിക്കുന്നത് ചികിത്സ തേടുമ്പോൾ നോക്കേണ്ടത് അതിൽ ശിർക്ക് വരാൻ പാടില്ല, അന്ധവിശ്വാസങ്ങൾ വരാൻ പാടില്ല, ഹറാമുകൾ വരാൻ പാടില്ല. പിന്നെ ആധുനിക കാലത്ത് കുറേ ഊർജവുമായി ബന്ധപ്പെട്ട ചികിത്സാ രീതികളുണ്ട്, അത് വരാൻ പാടില്ല. അതേപോലെ ഭൂമി, അഗ്നി, വെള്ളം, അതുമായി ബന്ധപ്പെട്ട ഊർജ്ജവുമായി ബന്ധപ്പെട്ട ചികിത്സാ രീതികളുണ്ട്. അങ്ങനത്തെ ഒന്നും പാടില്ല. പിന്നെ ശാസ്ത്രീയമായി തെളിയിച്ചതും ആയിരിക്കണം. ബാറക്കല്ലാഹു ഫീക്കും. അക്യുപഞ്ചറെക്കുറിച്ച് ഇന്നലത്തെ വീഡിയോയിൽ വ്യക്തമാക്കി. അത് ഇസ്ലാമിന് വിരുദ്ധമല്ലാത്തതാണെങ്കിൽ മാത്രമേ ആ ചികിത്സ എടുക്കാൻ പാടുള്ളൂ. കേരളത്തിൽ അങ്ങനത്തെ ചികിത്സകരുണ്ടെങ്കിൽ മാത്രം അവരന്വേഷിച്ച് ആ രീതിയിലുള്ള ചികിത്സകരെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ബാറക്കല്ലാഹു ഫീക്കും. കാരണം അക്യുപഞ്ചറിൽ ഊർജ്ജവുമായി ബന്ധപ്പെട്ടതും അതുമായി ബന്ധപ്പെട്ട ഭൂമി, വെള്ളം, അഗ്നി പോലത്തെ രീതികളും ചൈനീസ് തത്വചിന്തയും ഒക്കെ ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളൊക്കെ ഉള്ള അക്യുപഞ്ചർ ചികിത്സാ രീതികളുമുണ്ട്. അത് പാടില്ല. അതുകൊണ്ട് ശരിക്കും അന്വേഷിച്ചിട്ട് അക്യുപഞ്ചറിൻ്റെ ചികിത്സ എടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് അക്യുപഞ്ചറുകാർ മനസ്സിലാക്കേണ്ടത് ചികിത്സയുടെ പേരിൽ മനുഷ്യരെ അപകടത്തിലാക്കുന്നതും തെളിവില്ലാത്ത വാഗ്ദാനങ്ങൾ നൽകി രോഗികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും ശരിയല്ല. ശമനം, ചില ശാരീരിക അസ്വസ്ഥതകൾ എന്ന പോലത്തെ രോഗങ്ങൾക്ക് അക്യുപഞ്ചർ പോലുള്ള ചികിത്സകൾ ചിലർക്കെങ്കിലും ആശ്വാസം നൽകുന്നു എന്നത് ശരിയാണ്. സഹായക ചികിത്സയായ ഒരാൾ ഇത്തരം മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ ചില ചികിത്സകർ രോഗികളെ അവരുടെ അലോപ്പതി മരുന്നുകൾ, ഇംഗ്ലീഷ് മരുന്നുകൾ മുഴുവനായി നിർത്താൻ ഉപദേശിക്കുന്നത് അത്യന്തം അപകടകരമായ കാര്യമാണ്. ഇത് ഒരു ചെറിയ വിഷയമായി കാണരുത്. പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, അപസ്മാരം, ആസ്മ, പാർക്കിൻസൺ രോഗം, മാനസിക രോഗങ്ങൾ തുടങ്ങി ഗുരുതര രോഗങ്ങൾക്ക് പല രോഗികളും സ്ഥിരമായ മരുന്നുകൾ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇത്തരം മരുന്നുകൾ പെട്ടെന്ന് നിർത്തുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്കും സ്ഥിരമായ ദോഷങ്ങൾക്കും ചിലപ്പോൾ മരണത്തിന് വരെ കാരണമാകാം. അതുകൊണ്ട് ഒരു ഉത്തരവാദിത്തമുള്ള ഒരു അക്യുപഞ്ചർ ചികിത്സകൻ ഒരിക്കലും എല്ലാ മരുന്നുകളും ഉപേക്ഷിക്കൂ, ഇനി അലോപ്പതി ഡോക്ടർമാരെ ആവശ്യമില്ല, ഇനി അക്യുപഞ്ചർ മാത്രം മതി സുഖപ്പെടുത്തും എന്ന് പറയരുത്. ബാറക്കല്ലാഹു ഫീക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ചികിത്സ മാത്രമേ പാടുള്ളൂ എന്ന് ഇന്ന രീതിയിലുള്ള ചികിത്സ മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. പൊതുവായിട്ടാണ് ചികിത്സ തേടാൻ പറഞ്ഞത്. പിന്നെ പാടില്ലാത്ത ചികിത്സകൾ ഏതാണെന്നും വ്യക്തമാക്കിയല്ലോ. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് അലോപ്പതി പാടില്ല, ഹോമിയോപ്പതി പാടില്ല എന്നൊന്നും പറയാൻ പാടില്ല. അല്ലെങ്കിൽ അലോപ്പതിയേ പാടുള്ളൂ, അക്യുപഞ്ചറേ പാടുള്ളൂ എന്നും പറയാൻ പാടില്ല. അത് ഇസ്ലാമിനെതിരാണ്. അതുകൊണ്ട് വാഗ്ദാനങ്ങൾ അതുകൊണ്ട് ഇതുപോലത്തെ വാഗ്ദാനങ്ങൾ നൽകി എല്ലാം നിർത്തൂ, ഞാൻ സുഖപ്പെടുത്തി തരാം, അക്യുപഞ്ചർ കൊണ്ട് എല്ലാം മാറാം എന്ന് വാഗ്ദാനങ്ങൾ നൽകി ദുരിതത്തിലായ രോഗികളെ അത് തെറ്റിദ്ധരിപ്പിക്കാനും വ്യാജ പ്രതീക്ഷ നൽകാനും ഇടയാക്കും. അതിനാൽ ചികിത്സയുടെ പേരിൽ അസത്യ വാഗ്ദാനങ്ങൾ നൽകുന്നതും രോഗികളെ അപകടത്തിലാക്കുന്നതും ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. കാരണം അലോപ്പതി മരുന്നുകൾ അത് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്, ഇത് കാലാകാലം കഴിക്കേണ്ടി വരും, ഇങ്ങനെയൊക്കെയാണ് വിമർശനത്തിൻ്റെ രീതികൾ പോകുന്നത്. എന്നാൽ ഈ പാർശ്വഫലങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ ഇസ്ലാമിക വിധി എന്താണെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരും
അലോപ്പതി മരുന്നുകൾ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ അവിടെ എന്താ നോക്കണ്ടേ? ഇസ്ലാമിക വിധി എന്താ? ഗുണവും ദോഷവും നോക്കണം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഗുണമാണോ കൂടുതൽ? ദോഷമാണോ കൂടുതൽ? ഒരു ശരിയായി ചികിത്സിക്കുന്ന ഒരു അലോപ്പതി ഡോക്ടർ ആ മരുന്ന് കൊടുക്കുന്ന രോഗിക്ക് രോഗിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഗുണവും ദോഷവും നോക്കിയിട്ടേ ചികിത്സിക്കുകയുള്ളൂ. ബാറക്കല്ലാഹു ഫീക്കും. അതേ സമയത്ത് അലോപ്പതി മരുന്നുകളും എപ്പോഴും കാലാകാലം കഴിക്കേണ്ട ആവശ്യമില്ല. ചിലർക്ക് വളരെ അധികം പഞ്ചസാര രക്തത്തിൽ കൂടിയിട്ടും അവർ പിന്നീട് മരുന്നുകളൊക്കെ നിർത്തി സാധാരണ ജീവിതം നയിക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. ജീവിതശൈലി മാറ്റിയപ്പോൾ. ബാറക്കല്ലാഹു ഫീക്കും. അതേപോലെ രക്തസമ്മർദ്ദത്തിൻ്റെ രോഗികൾ ഇവരൊക്കെ മരുന്നുകൾ നിർത്തിയ അവസ്ഥയുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്? അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ആർക്കാണ് ചികിത്സ ആരാണ് ആർക്കാണ് ശമനം കിട്ടുക, ആർക്ക് കുറച്ചും കൂടി കൂടുതൽ മരുന്ന് കഴിക്കേണ്ടി വരും. ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരും. ഇനി അവർക്ക് മരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മറ്റു ചികിത്സാ രീതികളും പരിശോധിച്ച് നോക്കാം. ബാറക്കല്ലാഹു ഫീക്കും. അതിൽ ഇസ്ലാമിന് വിരുദ്ധമല്ലാത്ത ചികിത്സകൾ സ്വീകരിക്കാം. അലോപ്പതി തന്നെ സ്വീകരിക്കണമെന്നില്ല. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് ബുദ്ധിയും സത്യസന്ധതയും ആവശ്യപ്പെടുന്നത് ഒരു അക്യുപഞ്ചർ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം. കാരണം അദ്ദേഹം അവരിലെ ചിലർ എല്ലാ മരുന്നും നിർത്താൻ പറയും. അപ്പോൾ അവർ ആലോചിക്കേണ്ടതുണ്ട്. അവർ ചെയ്യേണ്ടത് ആവശ്യമായ മരുന്നുകൾ യോഗ്യനായ ഡോക്ടറുടെ മേൽനോട്ടമല്ലാതെ നിർത്തരുത്. ബദൽ ചികിത്സകൾ ജാഗ്രതയോടെയും ഉത്തരവാദിത്തത്തോടെയും ഉപയോഗിക്കണം. ആധുനിക ചികിത്സയെ ശത്രുവായി ചിത്രീകരിക്കരുത്. അങ്ങനെ ഒരു തെറ്റായ ധാരണ ജനങ്ങളിൽ ഉണ്ടാക്കരുത്. രോഗിയുടെ സുരക്ഷക്കാണ് ഒന്നാം പ്രാധാന്യം നൽകേണ്ടത്. അപ്പോൾ അലോപ്പതിനെയും വിമർശിക്കാം. വിമർശിക്കേണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ അത് സത്യസന്ധമായ വിമർശനമായിരിക്കണം. ബാറക്കല്ലാഹു ഫീക്കും. ഒരു രോഗിക്ക് പുരോഗതി ഉണ്ടായാലും മരുന്നുകളിൽ മാറ്റം വരുത്തേണ്ടത് പരിശോധനകളും വിലയിരുത്തലുകളും നടത്തിയ ശേഷം ചികിത്സിക്കുന്ന ഡോക്ടറുടെ മേൽനോട്ടത്തിലായിരിക്കണം. അതുകൊണ്ട് അതിശയോക്തിപരമായ അവകാശവാദങ്ങൾ ഉന്നയിക്കരുത്. രോഗികളെ അപകടത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചികിത്സയുടെ പരിധികളെ സത്യസന്ധമായി വിശദീകരിക്കുകയും മനുഷ്യരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നതാണ് ഒരു യഥാർത്ഥ വിശ്വാസി ചെയ്യേണ്ട കാര്യം. അള്ളാഹു എല്ലാ രോഗങ്ങൾക്കും ശമനം നൽകുകയും ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സത്യസന്ധത, വിവേകം, കരുണ നൽകുകയും ചെയ്യുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. ഹഫിദകുമുല്ലാ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.